JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റിന്റെ പരീക്ഷ 26-ാം തീയതി നടക്കാൻ പോവുകയാണ് അല്ലേ. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. വാഹനം നിർത്തിയിട്ടിരിക്കുമ്പോൾ മാത്രമാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അപകടകരവും നിയമവിരുദ്ധവുമാണ്. ഹാൻഡ്സ് ഫ്രീ ഉപകരണം ഉപയോഗിച്ചാണെങ്കിൽ പോലും ഡ്രൈവിംഗിൽ ശ്രദ്ധ കുറയും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വാഹനം പൂർണ്ണമായും നിർത്തിയിട്ടിരിക്കുമ്പോൾ മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. അടിയന്തര സാഹചര്യങ്ങളിൽ പോലും വാഹനം സുരക്ഷിതമായി നിർത്തിയതിനു ശേഷം മാത്രമേ ഫോൺ ഉപയോഗിക്കാവൂ. അപ്പോൾ വാഹനം നിർത്തിയിട്ടിരിക്കുമ്പോൾ ഓടുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു റോഡ് ജംഗ്ഷനിൽ മഞ്ഞ ലൈറ്റ് മിന്നിമറയുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒരു റോഡ് ജംഗ്ഷനിൽ മഞ്ഞ ലൈറ്റ് മിന്നിമറയുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. വേഗത കുറച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മഞ്ഞ മിന്നുന്ന ലൈറ്റ് മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ്? സമീപത്തുള്ള ട്രാഫിക്കിന് മുൻഗണന ഉണ്ടായിരിക്കാമെന്നോ അല്ലെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടായേക്കാമെന്നോ ആണ്. അതിനാൽ വേഗത കുറച്ച് ഇരുവശങ്ങളിലേക്ക് നോക്കി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോകുക. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി അല്ലേ. വേഗത കുറച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ചിഹ്നം എന്താണ്? ഒരു വൃത്തത്തിനുള്ളിൽ ഒരു വലിയ ഇംഗ്ലീഷ് അക്ഷരം പി, അതിനെ ഒരു ചരിച്ച വര കുറുകെ മുറിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? അതായത് ഒരു വൃത്തത്തിനുള്ളിൽ ഒരു വലിയ അക്ഷരം, അതായത് പി, അതിനെ ഒരു ചെരിച്ച വര കുറുകെ മുറിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ചിഹ്നം കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. പാർക്കിംഗ് ഇല്ല എന്നാണ് സൂചന. അതായത് ഒരു വൃത്തത്തിനുള്ളിൽ പി അക്ഷരവും അതിനെ കുറുകെ മുറിക്കുന്ന ഒരു ചെരിച്ച വരയും കണ്ടാൽ അത് നോ പാർക്കിംഗ് അല്ലെങ്കിൽ പാർക്കിംഗ് പാടില്ല എന്ന് അർത്ഥമാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരു സ്കൂളിന്റെ അടുത്തുകൂടി പോകുമ്പോൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? നിങ്ങൾ സാധാരണ വണ്ടി ഓടിക്കുന്ന എല്ലാവരും സ്കൂളിൻ്റെ അടുത്തൂടെയൊക്കെ യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. വേഗത കുറച്ച് ശ്രദ്ധയോടെ കുട്ടികളെ നിരീക്ഷിക്കുക. സ്കൂളിന്റെ അടുത്തൂടെ പോകുമ്പോൾ കുട്ടികൾ അപ്രതീക്ഷിതമായ റോഡിലേക്ക് ഓടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതിനാൽ വേഗത കുറച്ച് അതീവ ശ്രദ്ധയോടെ കൂടി വാഹനം ഓടിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് എന്തിന് കാരണമാകും? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് എന്തിന് കാരണമാകും? എന്തിന് കാരണമാകും? പ്രതികരണ ശേഷി കുറയുന്നു. അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഡ്രൈവറുടെ പ്രതികരണ ശേഷി, ഏകോപനം, കാഴ്ചശക്തി എന്നിവയെ സാരമായി ബാധിക്കും. ഇത് ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകും. ഇത് നിയമവിരുദ്ധവുമാണ്. അപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് എന്തിന് കാരണമാകും? പ്രതികരണ ശേഷി കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് നിർബന്ധമാണോ?
നിങ്ങൾ വാഹനം ഓടിക്കുന്ന ആളാണെങ്കിൽ ഇതിന് വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് നിർബന്ധമാണോ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. അതെ, നിയമപ്രകാരം അത് നിർബന്ധമാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് അപകടങ്ങളിൽ നിന്ന് ഡ്രൈവറെയും യാത്രക്കാരെയും സംരക്ഷിക്കാൻ സഹായിക്കും. ഇന്ത്യയിലെ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ഡ്രൈവറും മുൻസീറ്റിൽ യാത്രക്കാരനും സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് നിർബന്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് ശരി ഉത്തരം? നമ്മൾ ഒരു വണ്ടി ഓടിക്കുന്ന അവസരത്തിൽ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. മുന്നിലും പിന്നിലും വരുന്ന വാഹനങ്ങൾക്കും റോഡിന്റെ അവസ്ഥയ്ക്കും അനുസരിച്ച് സുരക്ഷിതമായി ഓവർടേക്ക് ചെയ്യുക. ഓവർടേക്ക് ചെയ്യുമ്പോൾ മതിയായ ദൂരം, റോഡിന്റെ വീതി, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ഓവർടേക്ക് ചെയ്യുക. അശ്രദ്ധമായ ഓവർടേക്കിംഗ് അപകടങ്ങൾക്ക് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുന്നിലും പിന്നിലും വരുന്ന വാഹനങ്ങൾക്ക് റോഡിന്റെ അവസ്ഥയ്ക്കും അനുസരിച്ച് സുരക്ഷിതമായി ഓവർടേക്ക് ചെയ്യുക. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? ചിഹ്നം പറയാം. ഒരു ത്രികോണത്തിനുള്ളിൽ ഒരു വളഞ്ഞ അമ്പടയാളം ഇടത്തേക്ക് വളയുന്നു. ഒരു ത്രികോണത്തിനുള്ളിൽ ഒരു വളഞ്ഞ അമ്പടയാളം ഇടത്തേക്ക് വളയുന്നു. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഇടത്തോട്ടുള്ള വളവാണ് ശരി ഉത്തരം. അതായത് ഈ ചിഹ്നം, അതായത് എന്താണ് ചിഹ്നം? ഒരു ത്രികോണത്തിനുള്ള ഒരു വളഞ്ഞ അമ്പടയാളം ഇടത്തേക്ക് വളയുന്നു. ഈ ചിഹ്നം മുന്നോട്ട് ഒരു ഇടത്തോട്ടുള്ള വളവുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഡ്രൈവർ വേഗത കുറച്ച് ശ്രദ്ധയോടെ വളവ് തിരിയണം. അടുത്ത ക്വസ്റ്റ്യൻ. രാത്രികാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? രാത്രികാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഹെഡ്ലൈറ്റുകൾ ഡിം ചെയ്ത് വേഗത കുറച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. രാത്രികാലങ്ങളിലൊക്കെ കാഴ്ച കുറവായതിനാൽ അതീവ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ് അല്ലേ. എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ തടസ്സമാകാത്ത രീതിയിൽ ഹെഡ്ലൈറ്റുകളൊക്കെ ഡിം ചെയ്യുകയും വേഗത കുറച്ച് ശ്രദ്ധയോടെ കൂടിയൊക്കെ ഓടിക്കുകയൊക്കെ വേണം. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വാഹനത്തിന്റെ ടയറിൽ കാറ്റിന്റെ അളവ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ വാഹനത്തിന്റെ ടയറിൽ കാറ്റിന്റെ അളവ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ടയർ പെട്ടെന്ന് തേയ്മാനം വരും. ടയർ പെട്ടെന്ന് തേയ്മാനം വരും. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളൊരു സീബ്ര ക്രോസിംഗിന് സമീപം എത്തുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു സീബ്ര ക്രോസിംഗിന് സമീപം എത്തുമ്പോൾ എന്ത് ചെയ്യണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം നൽകുക. സീബ്ര ക്രോസിംഗുകൾ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാനുള്ള ഒരു സ്ഥലമാണ് അല്ലേ. ഇവിടെ കാൽനട യാത്രക്കാർക്ക് മുൻഗണന ഉണ്ട്. അതിനാൽ സീബ്ര ക്രോസിംഗിൽ കാൽനട യാത്രക്കാരുണ്ടെങ്കിൽ വാഹനം നിർത്തി അവർക്ക് കടന്നു പോകാൻ അവസരം നൽകണം. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഈ ട്രാഫിക് ചിഹ്നം ഏതാണെന്ന് പറയാം. ഒരു ചതുരത്തിനുള്ളിൽ ഒരു ആശുപത്രിയുടെ ചിഹ്നം, സാധാരണയായി ഒരു വെള്ള പശ്ചാത്തലത്തിൽ ചുവന്ന കുരിശ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഹോസ്പിറ്റൽ എന്ന് നൽകുന്ന സൂചന അല്ലേ. ചുവന്ന കുരിശ് ചിഹ്നം ചിലപ്പോൾ എച്ച് അക്ഷരം ആശുപത്രിയെ സൂചിപ്പിക്കുന്നു. ഈ ചിഹ്നം കാണുന്നിടത്ത് സമീപത്ത് ആശുപത്രി ഉണ്ടെന്ന് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വാഹനത്തിന്റെ ബ്രേക്ക് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങളുടെ വാഹനത്തിന്റെ ബ്രേക്ക് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. എത്രയും പെട്ടെന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കുക. ബ്രേക്ക് ലൈറ്റുകൾ പ്രവർത്തിക്കാത്തത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് അല്ലേ. ഇത് പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരികയും കൂട്ടിയിടികൾക്ക് കാരണമാവുകയും ചെയ്യും. അതിനാൽ ബ്രേക്ക് ലൈറ്റുകൾ ഉടൻ തന്നെ നന്നാക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ.
ഒരു നോ എൻട്രി ചിഹ്നം കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഒരു നോ എൻട്രി ചിഹ്നം കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ആ റോഡിലേക്ക് പ്രവേശിക്കാതിരിക്കുക. അതായത് നോ എൻട്രി ചിഹ്നം സാധാരണയായി ചുവന്ന വൃത്തത്തിനുള്ളിൽ ഒരു വെള്ള വര, ഒരു പ്രത്യേക ദിശയിൽ വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നു. ഈ ചിഹ്നം കണ്ടാൽ ആ റോഡിലേക്ക് വാഹനവുമായി പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. മഴയുള്ളപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ എന്തു മുൻകരുതലാണ് എടുക്കേണ്ടത്? മഴയുള്ളപ്പോൾ വാഹനം ഓടിക്കുന്ന അവസരത്തിൽ നിങ്ങൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. വേഗത കുറച്ച് മുൻപിലുള്ള വാഹനങ്ങളിൽ നിന്ന് കൂടുതൽ ദൂരം പാലിക്കുക. അതായത് മഴയുള്ളപ്പോൾ റോഡുകൾ വഴുവഴുപ്പുള്ളതാവുകയും കാഴ്ച കുറയുകയൊക്കെ ചെയ്യും. ഇത് ബ്രേക്കിംഗ് ദൂരം കൂട്ടുകയും വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടാവുകയും ചെയ്യും. അതിനാൽ വേഗത കുറയ്ക്കുകയും മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് സാധാരണയേക്കാൾ കൂടുതൽ ദൂരം പാലിക്കുകയും ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ത്രികോണത്തിനുള്ളിൽ റോഡിന്റെ നടുവിലൂടെ പോകുന്ന ഒരു വളഞ്ഞ അമ്പടയാളം മധ്യഭാഗത്ത് നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും പിരിയുന്നു. അങ്ങനെ ഒരു ചിഹ്നം കണ്ടാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ത്രികോണത്തിനുള്ളിൽ റോഡിന്റെ നടുവിലൂടെ പോകുന്ന ഒരു വളഞ്ഞ അമ്പടയാളം മധ്യഭാഗത്ത് നിന്ന് ഇടത്തോട്ട് വലത്തോട്ട് പിരിയുന്നു. അപ്പോൾ ഇത് കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? റോഡ് രണ്ടായിട്ട് പിരിയുന്നു. ഡിവൈഡഡ് റോഡ് എന്നാണ് ശരി ഉത്തരം. അതായത് ഈ ചിഹ്നം മുന്നോട്ട് പോകുമ്പോൾ റോഡ് രണ്ടായി പിരിയുന്നു അല്ലെങ്കിൽ ഒരു ഡിവൈഡഡ് റോഡ് തുടങ്ങുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഡ്രൈവർമാർ ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ പിന്നിലുള്ള വാഹനത്തെ എങ്ങനെ സഹായിക്കണം? വാഹനം ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന അവസരത്തിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ പിന്നിലുള്ള വാഹനത്തെ എങ്ങനെ സഹായിക്കണം എന്ന് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. അനാവശ്യമായി ബ്രേക്ക് ചെയ്യരുത്. പെട്ടെന്നുള്ളതും അനാവശ്യവുമായ ബ്രേക്കിംഗ് പിന്നിലുള്ള വാഹനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും കൂട്ടിയിടിക്ക് കാരണമാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് സുഗമമായ ഡ്രൈവിംഗും കൃത്യമായ സിഗ്നലുകളും പിന്നിലുള്ള ഡ്രൈവർമാർക്ക് സഹായകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് എന്തു ചെയ്യണം? അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? കഴിവുള്ള അത്രയും സഹായം നൽകുകയും അടിയന്തര സേവനങ്ങളെ അറിയിക്കുകയും ചെയ്യുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപകടത്തിൽപ്പെട്ട ഒരാളെ സഹായിക്കേണ്ടത് ഒരു ഡ്രൈവറുടെ ധാർമ്മികവും നിയമപരമായ കടമയാണ്. സുരക്ഷിതമായി പ്രാഥമിക ശുശ്രൂഷ നൽകാനും ആംബുലൻസ്, പോലീസ് തുടങ്ങിയ അടിയന്തര സേവനങ്ങളെ അറിയിക്കാനും ശ്രദ്ധിക്കുക. അവരെ അപകട സ്ഥലത്തു നിന്നും മാറ്റാൻ ശ്രമിക്കരുത്. വിദഗ്ധരുടെ സഹായം തേടുക. അടുത്ത ക്വസ്റ്റ്യൻ. ഹിൽ സ്റ്റേഷനുകളിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ എന്തു മുൻകരുതലാണ് എടുക്കേണ്ടത്? ഹിൽ സ്റ്റേഷനുകളിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. വളവുകളിൽ ഹോൺ മുഴക്കി ശ്രദ്ധയോടെ പോകുക. ഹിൽ സ്റ്റേഷനുകളിൽ റോഡുകൾക്ക് കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ മൂർച്ചയുള്ള വളവുകളൊക്കെ ഉണ്ടാകും. വളവുകളിൽ ഹോൺ മുഴക്കുന്നത് എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ സഹായിക്കും. താഴ്ന്ന ഗിയറിൽ ഓടിക്കുകയും അമിതമായി ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വൺ വേ റോഡിൽ നിങ്ങൾ എന്തു ചെയ്യണം? ഒരു വൺ വേ റോഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. അനുവദനീയമായ ദിശയിൽ മാത്രം ഓടിക്കുക. അനുവദനീയമായ ദിശയിൽ മാത്രം ഓടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഹെവി വെഹിക്കിൾ ഓടിക്കാൻ ലൈസൻസ് നേടുന്നതിന് കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഹെവി വെഹിക്കിൾ ഓടിക്കാൻ ലൈസൻസ് നേടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 20 വയസ്സാണല്ലേ. ഇന്ത്യയിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMV ഓടിക്കാൻ കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്. എന്നാൽ ഹെവി വെഹിക്കിളുകൾ, അതായത് ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഒക്കെ ഓടിക്കുന്നതിന് കുറഞ്ഞത് 20 വയസ്സ് പൂർത്തിയായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ.
ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വൃത്തത്തിനുള്ളിൽ 50 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു വൃത്തത്തിനുള്ളിൽ 50 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചിഹ്നം കണ്ടാൽ, ട്രാഫിക് ചിഹ്നം കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. പരമാവധി വേഗത 50 km/h. ഒരു വൃത്തത്തിനുള്ളിൽ രേഖപ്പെടുത്തിയ സംഖ്യ ആ റോഡിലെ അനുവദനീയമായ പരമാവധി വേഗതയെ, അതായത് മാക്സിമം സ്പീഡ് ലിമിറ്റിനെ സൂചിപ്പിക്കുന്നു. ഈ ചിഹ്നം കണ്ടാൽ 50 km/h കൂടുതൽ വേഗതയിൽ വാഹനം ഓടിക്കാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.